കളങ്കാവൽ ഒരേ സമയം അഭിനയ പ്രാധാന്യവും എന്നാൽ ഒരേ സമയം കൊമേഴ്സ്യലിയും സൂപ്പർ ഹിറ്റായ സിനിമ. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന വളരെ അപൂർവമാണ് മലയാള സിനിമയിൽ. ഒന്നുകിൽ ചിലപ്പം പക്ക കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് അങ്ങ് മാറും, അത് ആൾക്കാർ കാണത്തില്ല. എന്നാൽ ഒരു ഭാഗത്ത് കൊമേഴ്സ്യലായിട്ട് മാത്രം എലിമെന്റ്സ് ചേർത്ത് ഗംഭീരമായിട്ട് പോകും. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന സിനിമകൾ വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു സിനിമ തന്നെയാണ് കളങ്കാവൽ. കാരണം മമ്മൂട്ടിയുടെയും വിനായകന്റെയും അല്ലെങ്കിൽ ഡയറക്ടറും റൈറ്ററും ടെക്നിക്കൽ ക്രൂ എല്ലാം ഗംഭീരമാക്കിയ സിനിമ. അന്നേരം അത് ഒരേപോലെ ക്വാളിറ്റി വൈസും ഈ പറഞ്ഞ പോലെ ഒരേ സമയം കൊമേഴ്സ്യലായിട്ട് ഗംഭീര വിജയം നേടും. ഇപ്പം ഈ വെള്ളിയാഴ്ച ഇന്ന് തീരുന്നതോടുകൂടി ഇതിന്റെ ഏകദേശം കളക്ഷൻ വേൾഡ് വൈഡ് 65 കോടി രൂപയ്ക്ക് അടുത്താണ്. നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്ന പല സിനിമകളും ഈ പറഞ്ഞ പോലെ പക്ക കൊമേഴ്സ്യൽ എലമെന്റ്സ് മാത്രമുള്ള സിനിമകളായിരിക്കും. ഇത് ആ ഒരു ഗണത്തിൽ പെടുന്ന സിനിമയല്ല. ഒരു പക്ഷേ ഒരു സ്ലോ പേസ്ഡ് ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയാണ്. അഭിനയത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുള്ള സിനിമ. അന്നേരം എന്തായാലും മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രം, വിനായകന്റെയും നല്ലൊരു മികച്ച കഥാപാത്രം മാത്രമല്ല, ഇതൊരു 65 കോടി കഴിഞ്ഞ് ഇനി എത്ര മാത്രം നേടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തായാലും ഒരു 10 ഇരട്ടി പ്രോഫിറ്റ് ആയി കാണും. കാരണം OTT നല്ലൊരു ഡീലായി. അന്നേരം ഇനി അടുത്ത ശനി ഞായർ ഒക്കെ GCCയും ബാക്കി കേരളത്തിലൊക്കെ നല്ലൊരു കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു ടോപ്പ് ലെവലിലെത്താൻ ചാൻസ് ഉള്ളൊരു മമ്മൂട്ടി ചിത്രമായിട്ട് മാറും.